നമ്മളിപ്പോൾ എവിടോട്ട് പോവാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. വെൽക്കം ഗൈസ്. അപ്പം ഇന്ന് ഡേ 2 പ്രാഗ്. എന്തുവാ? ഹലോ ഗൈസ്, വെൽക്കം ടു കളേഴ്സ് ഓഫ് ലൈഫ്. ഇന്ന് ഡേ 2 പ്രാഗ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും. ഇന്നിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്? ആസ്ട്രോണമിക്കൽ ക്ലോക്കും അതിൻ്റെ ചുറ്റുവട്ടം. ചുറ്റുവട്ടം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വട്ടം വരും? ഞങ്ങളിങ്ങനെ രാവിലെ ഇറങ്ങി നടക്കുവാണ്. സിറ്റി ഏരിയാസിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഭംഗിയല്ലേ, എന്ത് രസമാണ്. ബിൽഡിങ്സൊക്കെ പഴയ സ്റ്റൈലിലുള്ള ബിൽഡിങ്സാണ്. കോബിൾ സ്റ്റോൺ ഇട്ട റോഡുകളും അടിപൊളിയല്ലേ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ വന്നിട്ട് പ്രാഗ്. രാവിലെ ഇപ്പം നല്ല തണുപ്പുണ്ട്. എല്ലാ സ്ട്രീറ്റ്സ് കണ്ടാലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് കയറണം ട്രാമിൽ, വേണ്ടല്ലോ. ഹൈ എൻഡ് ട്രാം, പുതിയ ട്രാമാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നെക്സ്റ്റ് ട്രാം വരുന്നതിന് മുമ്പ് ക്രോസ് ചെയ്യാം. then അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളവിന് ഇവിടെ ഒരു ഷോപ്പിംഗ് ഗാലറി ഒക്കെ കാണാം. വെയ്പിനോ അങ്ങോട്ടോ? എങ്ങോട്ടാ മനസ്സിലാവുന്നുണ്ടോ വല്ലോ? ബിൽഡിങ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനത്തെ ഓരോ എന്താ പറയുക ആൾ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലിമിറ്റഡ് എഡിഷൻ പെർഫ്യൂംസ് ഒക്കെ കിട്ടുന്ന ഷോപ്സാണ്. സെഫോറ ഇവിടെയുണ്ട്. സെഫോറയുടെ ഷോപ്പ്. അപ്പം നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. സാറ ഉണ്ട്, മാംഗോ എല്ലാം ഉണ്ട്. എല്ലാം ബ്രാൻഡഡ് ഷോപ്സ് എല്ലാം. ഇൻറ്റിമിസിമി, ബൂട്ടിക്സ് പോലത്തെ സംഭവങ്ങളും. ഗ്രിൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് ഇവിടെയാണിത്. രാവിലെ ബേക്കറി ഐറ്റംസ് കൊണ്ട് ഇറക്കുന്ന വണ്ടിയാണ്. ഇവിടുത്തെ മെയിൻ ഒരു സാധനമാണ് ചിമ്നി കേക്ക്. ജോർജിയ പോയപ്പോൾ ഓൾറെഡി ഞങ്ങൾ ചിമ്നി കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ ഈ പൂക്കൾ. ഒറിജിനലൊന്നും അല്ല. ഇവിടെ ഉണ്ടൊരു സീനിയർ ഷോപ്പ്. സീനിയേഴ്സ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഐസ്ക്രീം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ മെയിൻ സ്ട്രീറ്റിലെത്തും. ഇതാണ് ഓൾഡ് ടൗൺ സ്ക്വയർ. ഇവിടെയാണ് ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ഉള്ളത്. ഈ സ്ക്വയർ കാണാൻ നല്ല രസമില്ലേ? എന്ത് ഭംഗിയാണ് കാണാൻ, അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. ആദ്യം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പ്രാഗിലേക്ക് വരാൻ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വാവ്, ഐ വാസ് സോ റോങ്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവിടുത്തെ ഒരു വൈബ്, ഓ മൈ ഗോഡ്, അത് ഇവിടെ വന്നതിൽ അത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി എന്തുവാണ് പ്രാഗിൽ കാണാനുള്ളത്, വാട്ട്സ് സോ ഇൻട്രസ്റ്റിംഗ് എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സിറ്റിയുടെ ഒരു വൈബ് അത് തന്നെ നമുക്ക് ടോട്ടൽ ഒരു ചേഞ്ച് വരുത്തും. ദ വേ വി തിങ്ക്. വേൾഡിൽ തന്നെ ഏറ്റവും പഴക്കം കൂടിയ ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ് നമ്മൾ കാണുന്നത്. 600 വർഷം മുമ്പ്, അതായത് 1410 ഈ ക്ലോക്ക് ഇവിടെ പണിഞ്ഞത്. ഇത് ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ്. ഈ ക്ലോക്കിൽ 4 ടൈം സോൺസ് കാണിക്കുന്നുണ്ട്. ആസ്ട്രോണമിക്കൽ ടൈം, സെൻട്രൽ യൂറോപ്യൻ ടൈം, ഓൾഡ് ഷെക്ക് ടൈം, അതുപോലെ ബാബിലോണിയൻ ടൈം കാണിക്കുന്ന വേൾഡിൽ ഒരേ ഒരു ക്ലോക്ക് ഇത് മാത്രമാണ്. ഇനി നമുക്ക് ഈ ക്ലോക്ക് എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. മുകളിലത്തെ വട്ടത്തിൽ നടുക്കുള്ള ആ ബ്ലൂ കളർ പോർഷൻ അത് എർത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സൂര്യൻ്റെ ചിഹ്നമുള്ള ആ സൂചി അത് ഡേ ടൈമിനെ കാണിക്കും. സൺറൈസ് സൺസെറ്റ് കാണിക്കും. അതായത് സൂര്യൻ ഇപ്പം എർത്തിൻ്റെ ഏത് ദിശയിലാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഈ ക്ലോക്ക് നോക്കിയാൽ കാണാൻ പറ്റും.
തൊട്ടടുത്ത് ബോൾ പോലെയുള്ള സൂചി അത് മൂണിനെ കാണിക്കുന്നതാണ്. മൂണിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് കാണിക്കുക, അത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും ഒക്കെ നമുക്ക് ഈ ഒരു ക്ലോക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. തൊട്ട് താഴെയുള്ള ഡയലിനകത്ത് 12 മാസങ്ങളും ആ 12 മാസത്തിൽ അവരുടെ ആക്ടിവിറ്റീസ്, മിഡിവൽ സമയത്ത് അവരുടെ ആക്ടിവിറ്റീസ് എന്തായിരുന്നു, അതായത് ഫാമിങ്, ഹാർവസ്റ്റിങ്, വിൻ്റർ ഗ്യാതറിങ്സ്, അതുപോലെ അവരുടെ സെലിബ്രേഷൻസിനൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് 12 സോഡിയാക് സൈൻസും കാണാം. ഇനി ഓൾമോസ്റ്റ് 7 മിനിറ്റുണ്ട് ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ ബെല്ല് പിന്നെ ആൾ കൂടിക്കൊണ്ട് എന്തുമാത്രം ആൾക്കാർ. We are just waiting for the clock to strike. And here it goes. വിൻഡോസ് ഓപ്പൺ ആയിട്ട് 12 അപ്പോസ്തലന്മാർ ഇങ്ങനെ പ്രൊസഷൻ പോലെ ഇങ്ങനെ ആ വിൻഡോസിൻ്റെ അടുത്ത് വന്നു പോകുന്നത് കാണാൻ പറ്റും. തൊട്ടടുത്ത് നിന്ന് ബെല്ല് റിങ് ചെയ്യുന്ന സ്കെലിറ്റൻ ഫിഗറിനെ കണ്ടു. ദാറ്റ് റെപ്രസെൻറ്റ്സ് ഡെത്ത്. ഇറ്റ് സേസ് ടൈംസ് അപ്പ് ബ്രോ. ജീവിതം വളരെ ഷോർട്ടാണ്, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തീർക്കുക, എൻജോയ് യുവർ ലൈഫ്. ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ നിൽക്കുന്ന മിറർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് വാനിറ്റിയെ കാണിക്കുന്നു. സെക്കൻഡ് വൺ മണി ബാഗ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഗ്രീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ലെഫ്റ്റിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഫിഗർ റെപ്രസെൻറ്റ്സ് പ്ലഷർ. ചുരുക്കി പറഞ്ഞ ഈ ഒരൊറ്റ ക്ലോക്കിൽ നിന്ന് നമുക്ക് ടൈം, സ്പേസ്, സീസൺ, ആസ്ട്രോണമി, ഹ്യൂമൻ ഫിലോസഫി എല്ലാം പഠിക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ക്ലോക്ക് വന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫീൽ ഇറ്റ്, ഡീകോഡ് ഇറ്റ്, എക്സ്പീരിയൻസ് ഇറ്റ്. ഇതോടുകൂടി ഇന്നത്തെ 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ തിരക്ക് അടിപൊളി തിരക്കാണ്. Ciao ragazzi, buongiorno, informazione del Giro del Pullman. ഷെഫ് ക്യുസീൻസ് ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി ഈ കത്തീഡ്രലിൻ്റെ ഉൾവശം കാണാനായിട്ട് പോകണം. ആർട്ട് ഗാലറീസ് ഒക്കെയുള്ള ഒരു ഷോപ്പാണ് ഇവിടെ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കണ്ട് സൊറോസ്കിയുടെ ഒക്കെ ഷോപ്പ്. സൊറോസ്കി ക്രിസ്റ്റൽസിൻ്റെ സാധനങ്ങളാണ്. ഇവിടെ മാഡം ടുസാറ്റ്സിൻ്റെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്. ഇല്ലേ, വെറുതെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ഇതെന്ത് ഇന്ത്യൻ വല്ലതും ആണോ ഈ ലെഫ്റ്റ് കാണുന്ന സാധനം? ഇന്തോനേഷ്യനോ വല്ലതും ആണോ? ആസ്ട്രക്സിയ എന്തോ അത്? എല്ലാവരും സൈക്ലിംഗ് ടൂറാണ്. സൈക്കിളിൽ വരും, കറങ്ങി. Secondo me dobbiamo tornare da dentro, no? ജസ്റ്റ് ഞങ്ങൾ ഈ സെൻറ്റ് നിക്കോളാസ് ചർച്ചിനകത്ത് കയറി. ഒത്തിരി ഹിസ്റ്ററീസൊക്കെ ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് 11th to 15th സെഞ്ച്വറീസിലാണ് ഈ സെൻറ്റ് നിക്കോളാസ് ചേർച്ചസ് ഒക്കെ പണിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആ പെയിൻറ്റിങ്സും അതിൻ്റെ ആ ആർക്കിടെക്ചറൊക്കെ കാണുമ്പം ഭയങ്കര അതിശയം തോന്നും. അതും അന്നത്തെ കാലത്ത് ഇത്രയും ഇന്നത്തെ പോലത്തെ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എന്നിട്ടും ഇത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത് ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കുന്നത്. പഴയ പെയിൻറ്റിങ്സും എല്ലാം തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ തന്നെ. ടൂറിന് പോകുന്ന ബസ്സുകളൊക്കെ ഇവിടെ വിളിക്കുന്നതാണ്. ഈ വണ്ടി കണ്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയല്ലേ, എന്താ ഭംഗി. ജ്വല്ലറീസ് ഒക്കെ അല്ല, റിയൽ സ്റ്റോൺസ് ആണെന്ന് തോന്നുന്നു ഇതൊക്കെ. പേളും റിയൽ സ്റ്റോൺസും ഇങ്ങനത്തെയൊക്കെ.
നല്ല ഭംഗിയില്ലേ? റിയൽ സ്റ്റോൺസ് പോലെ സംഭവങ്ങളൊക്കെ. ഗോൾഡും 14 ക്യാരറ്റ്. ബിൽഡിങ്സ് ഒക്കെ കാണാൻ എന്താ രസമല്ലേ? ഇവരുടെ മെയിൻ ബ്രാഞ്ച് സ്കോള്. ബിൽഡിങ്സും മരങ്ങളും ഉണ്ടോ? മരത്തിലൊന്നും ഒരു ഇല പോലും ഇല്ല, ഫുള്ള് കൊഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ മഞ്ഞപ്പൂക്കൾ കണ്ടോ, എന്ത് ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇവിടുത്തെ സ്ട്രീറ്റ്സും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വണ്ടിയൊക്കെ കണ്ടോ, അതും ആ കോബിൾ സ്റ്റോൺ ഇട്ട വഴി കൂടെ പോകുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാണ്. അതുപോലെ ഈ മഞ്ഞ കളറിലെ പൂവ്, ഇത് പലയിടത്തും ഞാൻ കണ്ടത്, ഭയങ്കര രസം ഇത് കാണാൻ. ഇവിടെ കാണുന്ന ഈ സ്റ്റാച്യു, ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ ക്യാൻ ബി ഡിസ്കണക്റ്റഡ് ഫ്രം ദെയർ ഐഡൻറ്റിറ്റി ആൻഡ് ദെയർ റിയാലിറ്റി. ഫ്രാൻസ് കഫ്ക എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്ററിൻ്റെ മോണമെൻ്റാണിത്. കല്യാണം കഴിഞ്ഞു പോവാ. വാവ്, ഷീ സ്മൈൽഡ് അറ്റ് മീ. നല്ല ഭംഗിയില്ലേ? എന്താ വ്യൂ ഇവിടുന്ന്. വാലന്റീനോ, വെർസാച്ചെ, എല്ലാം മോൺ ബ്ലാങ്ക്. ഇതൊരു ജൂയിഷ് സിനിമയാണ്. ചൂടായിരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് വേറെ എവിടെ വരെ തണുപ്പായിരുന്നു. നമ്മളെ തപ്പിതാനെ ചൂടുകൊണ്ട് നല്ല മണം. ചൂടുള്ള ഐസ്ക്രീം കിട്ടിയായിരുന്നു, നല്ലായിരുന്നു. വറുത്തത് ഫ്രൈഡ് അല്ല, ഈ കഴിക്കുമ്പോൾ ചൂടുള്ളത്, പക്ഷെ എന്നാ മധുരം വേണം. എന്നിട്ട് നല്ല സ്മെല്ല്. ഐസ്ക്രീമാണോ ബേക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിനഗോഗുകളിൽ ഒന്നാണിത്. 13th സെഞ്ച്വറിയിൽ ഗോത്തിക് സ്റ്റൈലിലാണിത് പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ട ഒരു നല്ല പാർക്ക് പോലത്തെ ഏരിയ, ബെഞ്ചസും ഒക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്യാമറ എങ്ങോട്ട് തിരിച്ചു വെച്ചാൽ എന്ത് ഭംഗിയാണ് ഈ സ്ട്രീറ്റ്സൊക്കെ കാണാൻ. ഞങ്ങളുടെ കസിൻ ഉണ്ട് ഇവിടെ, ജോജു. അപ്പം വിനോദ് അവനെ വിളിച്ചോണ്ടിരിക്കുക. നമുക്ക് അവനെ കൂട്ടി ചാൾസ് ബ്രിഡ്ജിൽ പോകാനുള്ള പ്ലാനിലാണ്. ഇവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പോകാം. ഇവിടെ ഒരു ഗ്രൂപ്പ് കണ്ടോ, അവർക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നേരമായിട്ട് ഈ അമ്മച്ചിയോട് പറയാം, അമ്മച്ചി എനിക്കൊരു ബിസ്ക്കറ്റ് തരുക. മരമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പച്ചാ ഒരു ബിസ്ക്കറ്റ് തരുമോ? അന്നേരം എനിക്കൊരു മുട്ടായി കിട്ടി. ഹലോ, മുട്ടായിയേ ഉള്ളൂ, ഉച്ചക്ക് വല്ലതും വാങ്ങിത്തരുമോ? അമ്മ വല്ലതും തരണേ. ഭിക്ഷ എടുക്കുക. പ്രാഗിൽ വന്നിരുന്നിട്ട് കണ്ട മുട്ടായി തിന്നു. മിനിയം അല്ലല്ലോ, നിംറ്റു തിന്നുന്നു. നീ ഇതിനകത്ത് കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ. തണലുണ്ടെങ്കിലേ നല്ല എടുത്തോളൂ. എനിക്ക് ഈ മരം ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഒന്നുകൂടെ ചോദിക്കാം, നീ എങ്ങോട്ടാ? ഓക്കെ. അപ്പം ഞങ്ങൾ ഇനി ചാൾസ് ബ്രിഡ്ജിലോട്ട് പോവാം. Yeah, it only does vouchers. There will be a limit what you buy, but you still have to build a massive section of darling. ഇത് രസമാണ്, നല്ലൊരു കൊച്ചൊരു പാർക്കാണ് അവിടെ. നല്ല രസമുണ്ട്. അതായത് ഇരിക്കാൻ തണലും മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് നമുക്ക് ദൂരോട്ടോരോന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തോ ഏരിയ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് മറ്റേ നമ്മൾ കോയിൻസ് ഇട്ട് എടുക്കുന്ന സൈക്കിൾസാണ്. ഇവിടുന്ന് മാപ്പ് പിന്നെയും തിരിച്ച് അങ്ങോട്ടാന്ന് പറയുന്നു. ഓ, ഇവിടെ ഒരു സാധനമുണ്ട്, ഇതിനകത്ത് നോക്കിയാലോ എങ്ങോട്ടാണെന്ന്.
ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ ഓൾഡ് രീതിയിലുള്ള ബിൽഡിങ്സ് ഒക്കെ കാണുന്നു. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കിക്കേ, ഇലകളൊന്നുമില്ല. സ്പ്രിങ് ടൈമാണ് ഇവിടെ. ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കിന് ഇച്ചിരി ഒന്ന് തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് നല്ല തണുപ്പായിരുന്നെന്ന് ജോജു പറയുന്നുണ്ടായിരുന്നു. ഇതൊരു മ്യൂസിയം ആണെന്ന് തോന്നുന്നു. ഇവിടെ ഈ ടൂറിസ്റ്റിന് ഇങ്ങനെ കൊണ്ടുവന്ന വണ്ടികൾ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ദൂരെ കുറേ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ആ ഏരിയയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. എല്ലായിടത്തും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇതാണ് ചാൾസ് ബ്രിഡ്ജ്. ഇവിടുത്തെ തിരക്ക് കണ്ടോ ഗൈസ്? ചാൾസ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് ഓൾഡ് ടൗൺ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കയറി വന്ന സ്ഥലം ഓൾഡ് ടൗൺ സ്ക്വയറും ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗം ലെസ്സർ ടൗൺ അല്ലെങ്കിൽ മലാസ്ട്രാന എന്നാണ് ആ ഏരിയനെ അറിയപ്പെടുന്നത്. ഇത് വാൾട്ടവ റിവറാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ പോകാം. ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഏകദേശം 30ഓളം സ്റ്റാച്യൂസ് ലൈനപ്പ് ചെയ്തേക്കുന്നത് കാണാം. ഓരോ സ്റ്റാച്യൂസിനും ഓരോ സിഗ്നിഫിക്കൻസും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പിയാത്തോ കാണാം. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ജീസസിൻ്റെ ക്രൂസിഫിക്കേഷൻ കാണാം. അതിന് ചുറ്റിനും എഴുതിയിരിക്കുന്നത് ഹീബ്രു ലെറ്റേഴ്സിലാണ്. ഹോളി 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 ഗോഡ് ഓഫ് ഹോസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. തിരക്ക് കൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പാട്ടൊക്കെ കേൾക്കാം സൈഡിൽ. Con euro se veía. ചാൾസ് ബ്രിഡ്ജ് കാണാൻ വരുവാണെങ്കിൽ ഐദർ സൺറൈസിൻ്റെ സമയത്തോ അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ സമയത്തോ വരുവാണെങ്കിൽ ഓൾ ടുഗെദർ ഒരു ഡിഫറെൻറ്റ് വൈബായിരിക്കും. കല്ലുകൾ. ഓ വാവ്, നല്ല വ്യൂ അല്ലേ? അടിപൊളി. ഇതെന്തുവാ? വിൻ്റർ സമയത്ത് ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ പില്ലറിനൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. ഇവിടെ കണ്ടോ, അതാണ് പഴ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ വരുവാണെങ്കിൽ ഇതുപോലൊരു ക്രൗഡാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് വൈബ്, വെൻഡേഴ്സും സ്ട്രീറ്റ് മ്യൂസിക്കും ഒക്കെ ആയിട്ട്. ബ്രിഡ്ജ് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മൊത്തം ഷോപ്സാണ്. ഭയങ്കര രസമുള്ള ഷോപ്സാണ്. ആർട്ട് കഫേസും സീനിയർ ഷോപ്സും ഗിഫ്റ്റ് ഷോപ്സും ജുവലറീസും ജ്വല്ലറി ഷോപ്സും. കല്ലുകളൊക്കെയാണ് മൊത്തം. ഇതുള്ളതല്ലേ? ഇതൊക്കെ രസമുണ്ട് കാണാൻ. പൂക്കളൊക്കെ കണ്ടാ? എന്ത് രസാ പൂക്കൾ. ഓപ്പോസിറ്റ് കാണുന്നത് അതൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് വുഡൻ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന, വുഡൻ പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണത്. ഈ ഏരിയയിൽ ഇഷ്ടംപോലെ കഫേസ് ഒക്കെ ഉണ്ട്. ഉണ്ടോ? ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ഇൻ പ്രാഗ്, ചോക്ലേറ്റ് ബിയർ, വാവ്, പ്രാഗ് ചോക്ലേറ്റ്. നമ്മളിവിടുന്ന് ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ട്രാം കണ്ടോ അതിൻ്റെ നീളം കണ്ടോ? ട്രാമിൽ കയറി ഇനി ഞങ്ങൾ പ്രാഗ് കാസലിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ നിന്ന് ഞങ്ങളൊരു ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് മെട്രോ, ബസ്, ട്രാംസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. 3 ഡേയ്സിലേക്ക് എടുത്ത ടിക്കറ്റാണ് അത്. നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. കാസലിലേക്ക് പോകാൻ ഞങ്ങൾ
കയറി ട്രാം ഇത് വേറെ കണ്ടോട്ട് പോകുന്നത്. മൂഞ്ചി ഗൈസ് മൂഞ്ചി. അപ്പം ഇനി അടുത്ത ട്രാം എടുത്ത് സെയിം നമ്പർ തിരിച്ചു പോകേണ്ടി വരും. ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അടുത്ത് വരുന്ന സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാം. തെറ്റിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് അടുത്ത ട്രാം വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് കാസിലേക്ക് പോകാനുള്ള വഴി നോക്കാം. ഈ സ്ഥലത്തിൻ്റെ പേര് ഉക്കസ്താൻ, യു കസ്താൻ. ഇതാണ് നമുക്ക് അടുത്ത 22 നമ്പർ ട്രാം. കയറാൻ നോക്കാം. നമുക്ക് സ്പേസ് ഉണ്ട്. പൂക്കളൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. മരങ്ങളും പൂക്കളും. ഒരു മഞ്ഞ കളർ പൂവുണ്ട്, നല്ല രസം അത് കാണാൻ. ഒരു കൂടൊക്കെ കൂട്ടിയിട്ടുണ്ട് അവിടെ. ഈ പൂവുണ്ടോ, കുഞ്ഞി കുരാന്ന് കുടിക്കുന്ന പൂക്കൾ. എന്ത് ഭംഗിയത് കാണാൻ. എങ്ങോട്ടാന്നറിയാതെ നടക്കുക. ഗൂഗിൾ നമ്മളെ പലപ്പോഴും വഴി തെറ്റിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, കുറേ നടപ്പായി. പക്ഷേ ഈ പൂക്കളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടല്ലേ. ഇത് ഭംഗിയാ. ജപ്പാനിൽ പോയപ്പം ചെറി ബ്ലോസംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ അടുത്ത് കണ്ടപ്പോഴത്തേക്കിന് പിന്നെയും ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. കറങ്ങിത്തിരിഞ്ഞ് ഏതായാലും ഫൈനലി ബോർഡ് കണ്ടു കേട്ടോ. പ്രാസ്കി ഹ്രാത്ത് കറക്റ്റാണോ പ്രൊനൗൺസ് ചെയ്തതെന്ന് അറിയത്തില്ല. അതിൻ്റെ അർത്ഥം പ്രാഗ് കാസൽ എന്നാണ്. ഏതാണ്ട് 70,000 സ്ക്വയർ ഫീറ്റിലാണ് പ്രാഗ് കാസൽ സ്ഥിതി ചെയ്യുന്നത്. നടന്നൊരു വഴിയായി. ഒരു കാര്യം കണ്ടോ ഗൈസ്, ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് ഇതാണ് സിറ്റുവേഷൻ. അവിടെ നിന്ന് ഇങ്ങനെ വരെ ക്യൂ ആണ്. ആൾക്കാർ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ. ഇവിടാണ് എൻ്റെ ചെയ്യുന്നത്. ചോദിച്ചപ്പോൾ മനസ്സിലായത് പ്രസിഡൻഷ്യൽ പാലസിലേക്കുള്ള എൻട്രിയാണ്. നമുക്ക് കാസിലേക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോയാൽ മതി എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ക്യൂ സ്കിപ്പ് ചെയ്യാം. പാലസിൻ്റെ എൻട്രൻസിൽ കാണുന്ന 2 ഗാർഡ്സ്, അവർ എല്ലാ മണിക്കൂറിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഫുൾ സിറ്റി കാണാം. ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ നമുക്കിവിടെ നിന്നാൽ ഇങ്ങനൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. നല്ല രസമില്ലേ, ഫുൾ സിറ്റി കാണാം. ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ പാലസിൻ്റെ നമുക്ക് സൈഡിൽ കൂടെ നമുക്ക് കാസലിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കാസലിലേക്കുള്ള എൻട്രൻസ് ഉള്ളത്. പാലസിൻ്റെ എൻട്രൻസിലേക്ക് ഗാർഡ്സ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ആ 3 ഗാർഡ്സ് വരുന്നത് കണ്ടോ നടന്നു പോകുന്നുണ്ട്. എന്ത് സ്റ്റൈലായിട്ടാണ് പോകുന്നത്. അടിപൊളി. കാസലിനകത്തേക്ക് ഞങ്ങൾ കയറാൻ നിന്നില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടു. ഇപ്പം ഞങ്ങളുള്ളത് സെൻറ്റ് വൈറ്റസ് കത്തീഡ്രലിൻ്റെ എൻട്രൻസ് ഏരിയയിലാണ്. ദിസ് കത്തീഡ്രൽ ഈസ് ലൈക്ക് ദ ഹാർട്ട് ഓഫ് ഷെക്ക് ഹിസ്റ്ററി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഷെക്ക് കിങ്സിനെ ഇവിടെ വെച്ചിട്ടാണ് ക്രൗൺ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പല സെയിൻസിനെയും ആർച്ച് ബിഷപ്സിനെയും പല രാജാക്കന്മാരെ ഒക്കെ അടക്കി ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരു ഭാഗം റിനോവേഷൻ ചെയ്യുവാൻ തോന്നുന്നു.
ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ്. ആ ഗ്ലാസ് വിൻഡോസിൽ കൂടി ഇങ്ങനെ സൺലൈറ്റ് അടിച്ചു വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ കാണുന്ന പല സ്റ്റെയിൻ വിൻഡോസ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അൽഫോൺസ് മൂക്ക എന്ന് പറയുന്ന ഒരു ലെജൻഡറി ആർട്ടിസ്റ്റാണ്. ഹി വാസ് ഫേമസ് ഫോർ ഹിസ് ബ്യൂട്ടിഫുൾ ഫ്ലോയി ഡെക്കറേറ്റീവ് ആർട്ട് സ്റ്റൈൽ. രീതിയിൽ ചെയ്തിരിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്ന പൈപ്പ് ലൈക്ക് സ്ട്രക്ചറില്ലേ, അത് പൈപ്പ് ഓർഗനാണ്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണത്. ഇതൊക്കെ ടൂംസ് ആണ്. ഇതിനകത്ത് ആർച്ച് ബിഷപ്സിനെയും സെയിൻസിനെയും പല രാജാക്കന്മാരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അത് പോയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒരു സിൽവർ സ്ട്രക്ചർ കണ്ടില്ലേ, ഇത് ഒരു ടൂംബാണ് ആക്ച്വലി. ഇവിടെയാണ് സെൻറ്റ് ജോൺ നെപ്പോമുക്കിനെ അടക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു ആൻഡ് ഹി ബിക്കെയിം എ മാർട്ടിയർ ഇൻ ദ 14th century. ലെജൻഡ് പ്രകാരം രാജാവിൻ്റെ സീക്രട്ട് റിവീൽ ചെയ്യാൻ റിഫ്യൂസ് ചെയ്തതാണ് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കാരണം. ആർക്കിടെക്ചറൊക്കെ ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാണ്, ഓരോ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണുമ്പോഴത്തേക്കിന് അതിശയിപ്പിക്കും നമ്മൾ. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ഗോത്തിക് ആർക്കിടെക്ചർ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1344 അണ്ടർ ചാൾസ് നാലാമൻ. പ്രാഗിനെ യൂറോപ്പിലെ മേജർ സിറ്റി ആക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം. കാസലിനോട് ചേർന്നാണ് ഇതിരിക്കുന്നത്. ഇവിടെ നിന്ന് പ്രാഗിൻ്റെ സിറ്റി വ്യൂ കാണാൻ ഭയങ്കര രസമാണ്. കുറച്ച് നേരം ഞങ്ങളിതൊക്കെ കണ്ടു. വന്നിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഓൾറെഡി നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രാം കയറി ഇറങ്ങിയ സ്ഥലത്തു നിന്ന് പിന്നെ നടന്നു പോകാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്നെയും വഴി തെറ്റി. ഞങ്ങൾ ഫൈനലി ഒരു ഊബർ വിളിച്ചിട്ട് ഹോട്ടലിലെത്തി. ഫ്രീ ഉണ്ടായിരുന്നു, ഫ്രീ ബട്ടൺ. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോജു വന്നിട്ടുണ്ടായിരുന്നു. ജോജുവിനെ വിളിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റംഗോളി എന്ന് പറയുന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി.
അവിടെ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവരേതായാലും ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നു. ലാസ്റ്റ് ആൾക്കാരായിരുന്നു ഞങ്ങൾ. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്നൊരു ബിയറൊക്കെ കുടിച്ചു. പ്രാഗിൽ വരുവാണെങ്കിൽ പ്രാഗിൻ്റെ തന്നെ സ്പെഷ്യൽ ബിയേഴ്സ് കുടിക്കണം. ജോജു ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോയി. ഞങ്ങളും മുറിയിൽ പോയി കിടന്ന് ഉറങ്ങി. അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തേക്കിന്.